ഇന്ന് നമ്മളിവിടെ ഒരു വെറൈറ്റി ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഗ്രേപ്പ് ജ്യൂസ് പോലെ കണ്ടാൽ തോന്നുമെങ്കിലും അതിനേക്കാളും ടേസ്റ്റിയുള്ള ഒരു ജ്യൂസാണിത്. കാണാൻ ഗ്രേപ്പ് ജ്യൂസ് പോലെയാണെങ്കിലും അതിലും ടേസ്റ്റിയാണ് കേട്ടോ ഈ ജ്യൂസ്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മൾബറി ആണ് കേട്ടോ. മൾബറി ഇത് നമ്മൾ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു മൾബറി എന്നുള്ളത്. ഇത് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കാതെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഇത് തലേ ദിവസം കുതിർത്ത് വെച്ചാണ്. ഇതിൻ്റെ കുരു കളഞ്ഞ് ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പാണ്, ഒരു 3 അണ്ടിപ്പരിപ്പ്, അതും ഇന്നലെ കുതിർത്ത് വെച്ചാണ്. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. നമ്മളിതിൽ വേറെ പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾക്കിതിലേക്ക് ഒന്നുകിൽ തണുത്ത വെള്ളം ചേർത്ത് അരച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാൽ ഇഷ്ടമില്ലെങ്കിൽ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി നന്നാരി സർബത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നാരി സർബത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ ടീസ്പൂൺ വെച്ച് 2 ഗ്ലാസ്സിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് ലൈം ജ്യൂസ് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഏതെങ്കിലും ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ് ഈ ജ്യൂസ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന മൾബറിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു കളർഫുള്ളാണ് കേട്ടോ. ഈ ജ്യൂസ് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. പിന്നെ കുടിക്കാനും നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് അതേ ഒരു ഫ്ലേവർ ടേസ്റ്റ് തന്നെയാണ് ഇതിനും വരുന്നത്. കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇതിൽ കുറച്ചും കൂടി ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി ഐസ് ക്യൂബ്സ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ മധുരം കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾക്ക് ഇതിലേക്ക് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓരോ സ്പൂൺ വീതം തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നല്ലൊരു വെറൈറ്റി ജ്യൂസാണ്. നമ്മൾ പറമ്പിലുള്ള ഫ്രൂട്ട്സ് വെച്ച് നമുക്ക് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.